1-to-1 ക്ലാസ്സിന് ചേർന്ന കുട്ടി ഷൂ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ക്ലാസ്സിൻ്റെ ടോപ്പിക്കുകളും കാര്യങ്ങളും അയച്ചു. ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ വർക്കുകൾ ഷെയർ ചെയ്യാൻ പറയും. ഷെയർ ചെയ്ത് ഫസ്റ്റ് അയച്ചു, അതിൽ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബോക്ക് ആഡ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്റ്റിച്ചസും കാര്യങ്ങളും തെറ്റി കഴിഞ്ഞാൽ അത് കറക്ഷൻ ചെയ്യാൻ പറയും. അത് ചെയ്ത് കഴിഞ്ഞ് അവരോട് വീണ്ടും അയക്കാൻ പറഞ്ഞു. അവർ വീണ്ടും അയച്ചു, വീണ്ടും തെറ്റി. ഒന്നും ചെയ്തില്ല, ആദ്യത്തതും രണ്ടാമത്തതും രണ്ടും തെറ്റിപ്പോയി കാരണം. അപ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടത് പറഞ്ഞ് കൊടുത്തു. സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ ഉള്ള ഫോട്ടോ അവർ അയച്ചെന്ന് കറക്ഷൻസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ വീണ്ടും ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതുപോലെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെനിക്ക് അയച്ചു തന്നു. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ തീർത്തു കേട്ടോ. അപ്പോൾ ഫുൾ തീർത്ത് അവരുടെ ഫൈനൽ റിസൾട്ടാണ് ഇത്. കാണുമ്പോൾ ഇവരെടുത്തൊരു എഫേർട്ടിനെയാണ് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. എത്ര ടൈം മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഷൂ മാത്രം ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് അറിയാം. അപ്പോൾ ഈ ഒരു ഡെഡിക്കേഷനാണ് നമുക്ക് ക്രോഷ്യ പഠിക്കുമ്പോൾ വേണ്ടത്. നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ആ ഒരു ഇത് പഠിച്ചെടുക്കാനുള്ളൊരു മനസ്സും നിങ്ങൾ എഫേർട്ട് ഇടാനും റെഡി ആവണം. നമുക്ക് ക്രോഷ്യ ഭയങ്കര ഈസി ഗോ ക്രാഫ്റ്റ് അല്ല. നിങ്ങളുടേതായിട്ടുള്ളൊരു സമയം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഇത്ര പെർഫെക്ഷനിൽ കണ്ടില്ല. സ്റ്റിച്ചസൊക്കെ എന്ത് ഭംഗിയിലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയിൽ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയും ഒരു ഇത് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഒരു ഷൂ കംപ്ലീറ്റ് ചെയ്ത് വരും. അപ്പം ഇനി ഫുൾ തീർക്കട്ടെ അല്ലേ.